ഇവിടെ ജോലി ചെയ്യുന്നവർ ഞാനേ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? എന്താ നിങ്ങളുടെയൊക്കെ പേര്? ശാലിനി. അമ്മയുടെ പേര് ത്രേസ്യമ്മ. അപ്പോൾ നിങ്ങൾ 3 പേരാണോ ഇവിടുത്തെ? 12 പേരുണ്ട്. ഒരു മുട്ടട വാർഡിൻ്റെ ആണോ ഇത് ശരിക്കും? ഓക്കെ. പിന്നെ അപ്പർ മെറിഡിയൻ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന മൊത്തം ആൾക്കാരാണോ ഇവിടെ? മൊത്തം ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? കമ്പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് വെറും ഇല മാത്രമേ ഇതിനകത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ടേ ഇതാണ്. ഇത് ഇനാക്കുലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു പൗഡറാണ് ഇടുന്നത്. എന്താണ് പേരെന്താണ്? സുമേഷ്. ചകിരിച്ചോറും പിന്നെ ചകിരിച്ചോറ് നമ്മൾ ആദ്യം വിതറിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വേസ്റ്റ് ഇടും. വേസ്റ്റ് എന്ന് വെച്ചാൽ ഈ കിച്ചൺ വേസ്റ്റ് അത് തട്ടി നിരത്തിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ചകിരിച്ചോറ് വിതറി 4 സൈഡ് നമ്മൾ ഇതിലേക്ക് തകരി. അല്ല ഇത് പിന്നെ വളമാകുന്നത് എങ്ങനെ? വളമാകുന്നത് മാക്സിമം 30. അല്ല അതിനകത്ത് എന്തെങ്കിലും ഇടുവോ? ചകിരിച്ചോറും ഈ വേസ്റ്റ് മാത്രം 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് 2 മാസം. അപ്പോൾ ഇത് പെട്ടെന്ന് നിറയില്ലേ? അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഇത് വേസ്റ്റ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതല്ല ഇവിടെ തന്നെയാണോ കൊണ്ടുവരുന്നത്? അതോ അല്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനകത്ത് മാക്സിമം ഒരളവുണ്ട്, അളവ് കണക്കാക്കി തട്ടാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ പല വേസ്റ്റാണല്ലേ, ഈ ചിക്കൻ്റെതോ മീനിൻ്റെതോ. അതപ്പോൾ ഇതിനകത്ത് ഇവിടെ മണവും നാട്ടും ഒന്നും വരില്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഒന്നും ഇടുന്നില്ല. വേറെ ഒന്നും ചെയ്യുന്നില്ല. ചകിരിച്ചോറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് ഇട്ട വേസ്റ്റ് നാളെ രാവിലെ അതൊന്ന് ഇളക്കിയിട്ട് അതിന് പുറത്ത് ആദ്യം കുറച്ച് പൊടി ഇട്ടിട്ട് ആ ഫുഡ് വേസ്റ്റ് നിരത്തിയിട്ട് എന്താണ് പൊടി ഇട്ട്. ഞാനിത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ എന്തോ നടക്കുന്നതെന്നുള്ള, നിങ്ങൾ അവിടെ നിന്ന് വരുന്നു, വേസ്റ്റ് കളക്ട് ചെയ്യുന്നു, പോകുന്നു. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് ഇരിക്കുന്നത്, അങ്ങനെ. ഓക്കെ.
അപ്പോൾ ഈ വളമാകുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആവശ്യക്കാരാണെങ്കിൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് നമ്മളടുത്ത് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കും. ഇപ്പം നമ്മളടുത്ത് ആവശ്യപ്പെടുന്നെങ്കിൽ നമ്മൾ ഇത് വളമായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു കൊടുക്കും. അതിന് നിങ്ങൾ ചാർജ് ആയിട്ടൊന്നുമില്ല. പിന്നെ അവരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലായി, അറിയാതെ കിച്ചൺ വേസ്റ്റ് നമ്മുടെ അവിടുത്തെ കിച്ചൺ വേസ്റ്റെല്ലാം ഞാൻ അവിടെ വീട്ടിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഇവിടുത്തെ പോസ്റ്റ് വന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ജോലി നടക്കുന്നത്. അങ്ങനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം 25 കിലോമീറ്ററോളം നടക്കും. അപ്പോൾ അങ്ങനെ പറ്റിയ വീഡിയോ അങ്ങനെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി അങ്ങനെ എല്ലാം അറിഞ്ഞത്. ഇത് വളമാക്കിയിട്ടിരിക്കുന്നതാണല്ലേ? ഇങ്ങേ അറ്റത്താണ് വളമാക്കിയിട്ടിരിക്കുന്നത്. അല്ല, ഇത് കാലിയാക്കിയതിന് ശേഷമല്ലേ പിന്നെ അടുത്ത് ഇടാൻ പറ്റും? ഞങ്ങൾ ഡെയിലി വന്ന് തൂത്ത് തുടച്ച് ക്ലിയർ ആക്കി. ഈ കാറ്റൊക്കെ വന്ന് അത് വരുമല്ലോ, എത്രയായാലും വരും. ഞങ്ങൾ 12 പേർക്കും ഓരോ ദിവസം 2 വെച്ചുള്ള ഡ്യൂട്ടിയാണ്. ശരി, ഓക്കെ. അന്ന് പരിസരമൊക്കെ തൂത്ത് നിങ്ങൾ ഈ 12 പേരും കോർപ്പറേഷൻ്റെ ആൾക്കാരാണോ അതോ എല്ലാവരും 12 പേരും? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള സാലറി ആണോ? അവരുടെ സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓക്കെ, ഓക്കെ. ഇതെന്താണ് ഇരിക്കാനായിട്ടൊരു ഇരിപ്പിടം? എന്താ പുറത്തുനിന്ന് വന്ന് നിങ്ങൾക്ക് ഇരിക്കാൻ? ഓക്കെ, ഓക്കെ. അതൊന്ന് തുറന്ന് പുറത്തുനിന്ന് ആൾക്കാർ ഭയങ്കര ശല്യം. ഇവിടെ ഇപ്പൊ ഇത്തിരി ഡേഞ്ചറാണ് ഈ ഏരിയ. കാരണം രാത്രി ആരും ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. എന്നിട്ട് എന്തായി? പിന്നെ അവര് പോയി. പിന്നെ അഞ്ചേശ്വരം വന്നില്ല. ഏറ്റവും കൂടുതൽ ഈ പിള്ളേരാണ്. പിള്ളേർ വേണമെന്നില്ല. അപ്പുറത്തെ ചാവി തന്നെ. ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണോ? തടിയൊക്കെ സ്വന്തമായിട്ട് കൊണ്ട് കിട്ടിയതാണ്. അടിയോശൊക്കെ പോയല്ലേ അതിൻ്റെ? മറ്റേതും കൂടെ ഒന്ന് തുറക്കണേ. അതെടുക്കാം. നേരത്തെ നമ്മളിവിടെ ചീരയാണ് നട്ടിരുന്നത്. ചീര ഉണ്ടല്ലോ, ചീരയാണ് നട്ടിരുന്നത് ഇവിടെ. നമ്മളിതിൻ്റെ പരിപാലനത്തിന് നമുക്ക് ഇവിടുന്ന് അവാർഡൊക്കെ മുട്ടയുടെ വാർഡിന് കിട്ടി തന്നിരുന്നു. അല്ല, ഇത് കാര്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഞങ്ങൾ ഈ ഓണസമയത്ത് ഞങ്ങൾ അവിടെ ഒരു പൂ കൃഷി ചെയ്ത് പൂന്തോട്ടം ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. മുട്ടടയില് എവിടെ ഒരു വീട്ടില് ഒരു പുരയിടം അവര് ഫ്രീ ആയിട്ട് തന്നെ. അതിൽ ഒരുപാട് പൂ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒന്നും ചെയ്തിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കൊണ്ടുപോകുമോ എന്താന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഈ വേസ്റ്റ് ആൾക്കാർ കുറെ കൊണ്ടിടുന്നുണ്ടല്ലേ? ഒതുക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ആ സൈഡും കൊണ്ടൊന്ന് പോയി നോക്കാം. ബാക്കി നിങ്ങളുടെ കൃഷി
ആ അത് വിഴാറായി. 6 മാസം കമ്പാണ്. ഞാൻ കുറച്ചുകൂടെ അങ്ങ് നടന്നിട്ട് വരാം. അതുപോലെ ആ കാണുന്ന വീട്ടിലാരും ഇല്ലേ? അവരുടെ മുമ്പിലാണല്ലോ ആ വേസ്റ്റ് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ക്യാമറ വെച്ചിട്ട് അത് പിടിക്കാമെന്നല്ലേ ഉള്ളൂ. നമ്മൾ പോണ സമയത്തൊക്കെ കൊണ്ടിരുന്നത്. അതെ, അവർക്കൊരു ക്യാമറ വെച്ചിട്ട് അതിനെ ആരാ കൊണ്ടിടുന്നെന്നുള്ളത് പിടിക്കാം. അങ്ങോട്ടില്ല, അവരുടെ നേരെ മുമ്പിലാണ് കിടക്കുന്നത്. ആ വീടിൻ്റെ അങ്ങപ്പുറത്തെ വീടിൻ്റെ ഭയങ്കര നാറ്റമുണ്ടല്ലേ. ഈ ആൾക്കാർ ഈ കൊണ്ടിടുന്നതാണ്. നമ്മുടെ അവിടെ തന്നെ ഞാൻ ആ ചെടികൾ മൊത്തം വെട്ടി മാറ്റിയതാണ് ആ പോസ്റ്റിനടിയിൽ. കാരണം ഈ പോസ്റ്റൊക്കെ കൂടെ പടന്നു പോകുന്നത്. അവസാനം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, വന്നപ്പോഴാണ് അതെല്ലാം വെട്ടി മാറ്റിയത്. വെട്ടി മാറ്റി കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയിട്ടാണ്. ഇപ്പോൾ കണ്ട ആരോ കുറേ പുല്ല് എത്തി അവിടെ കൊണ്ട് ആ മൂല കൊണ്ട് വെച്ചിരിക്കും. ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ശരി എന്നാ. സുമേഷ്, ഇനി നിങ്ങൾ വേസ്റ്റ് എടുക്കാൻ വരുമ്പം നിങ്ങൾ വരുന്നതും എല്ലാമായിട്ട് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാം പിന്നീട് എപ്പോഴെങ്കിലും. മാവൊക്കെ നട്ടിട്ടുണ്ടല്ലോ. ഇവിടുന്ന് അങ്ങ് വരെ നടാത്തൊന്നുമല്ലോ. അല്ല, ഇത് വൃത്തിയാക്കിയിട്ട് നമ്മൾ മരങ്ങൾ നട്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ ഒന്നും കൊണ്ടിടില്ല. ഈ ഇതുപോലെ കിടക്കുമ്പോഴാണ് ആൾക്കാർ വീണ്ടും കൊണ്ടിടുന്നത്. അതിൻ്റെ പുറത്ത് അത് കോർപ്പറേഷനെ പറഞ്ഞാൽ അവർ ചെയ്യില്ലേ?